ഹേ ഗായ്സ്, വൈറ്റ് ഫ്ലൈ ഗെയിമിംഗ് പ്രോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അവിടുത്തെ ആശുപത്രിയിൽ ഇതിന് എഴുതിയിട്ടുണ്ട്, എന്തൊരു ജോലിക്ക്. അപ്പോൾ അവർ പറഞ്ഞ് ആംബുലൻസ് ഓടിക്കാൻ ആരുമില്ല, അതിന് വരുമെന്ന്. ഞാൻ ഇന്ന് ആ ജോലിക്ക് ആ വണ്ടി ഓടിക്കാൻ ജോയിൻ ചെയ്യണേ. ഇതിൽ എന്തൊരു ഈ വണ്ടി അങ്ങോട്ടാണ് എനിക്ക് ഞാൻ കാണിച്ചു തരാതെ വണ്ടിയാണെന്ന്. ഇതിൽ പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട്, ഈ കിടക്കണ വണ്ടിയാണ്. ഈ വണ്ടിയാണ് ഗൈസ് എനിക്ക് തന്നിരിക്കണത് അവർ. ഇതിന് നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറി ഇരുന്നേക്കാം. നമുക്ക് വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ വെളിയിറക്കിയിടാം ഗൈസ്. വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുമല്ലോ. വല്ല ആൾക്കാരും വല്ല അപകടത്തിൽ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ. ഗൈസ്, ഞാൻ അങ്ങനെ വണ്ടി വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇട്ടേക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ടേക്കാം ഗൈസ്. ഇവിടെ ഒന്നും സീൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടിപ്സ് അവിടെ അയക്കണം. ടിപ്സ് എടുത്ത് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവൻ വിചാരിക്കും നമ്മളവനെ ഒരു വില കൊടുക്കണില്ല. ഞാൻ അവൻ്റെ അടുത്ത് പിണക്കമാണെന്ന്. അവിടെ ടിപ്സാ ചായ എടുക്കണോടാ, എനിക്ക് കൂടെ ഒന്ന് വാങ്ങിത്തോടാ. മോനെ പൈസ ഇല്ല മോനെ, നിനക്ക് വേണമെങ്കിൽ നീ എന്നെ വാങ്ങിക്കഴിച്ചോ. അവിടെ എന്നെ കണ്ടപ്പോൾ ചായയൊക്കെ എടുത്ത് ഒളിപ്പിച്ചു. എടാ എന്തിനാടാ നീ ഞാനോട് എത്ര ദിവസം വർഷങ്ങൾ കൊണ്ടോടാ കൂട്ടറാ. ചായ ചോദിച്ചപ്പോൾ ചായയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാന്ന് വെച്ചാൽ നാളെയില്ലടാ എനിക്ക് ടിപ്സാ. ഒരു നാണമില്ലോ, നീ പൊക്കോ. എൻ്റെ ഇതൊക്കെ ചോദിക്കാൻ വന്നാൽ എന്നെ വേണം ഗൈസ് അടിക്കാൻ. ഗൈസ്, ഒരു കോൾ വരുന്നുണ്ട് ഗൈസ്. നമ്മളന്ന് മറ്റേ പോയില്ലേ ഒരു പാലം കിടന്നുള്ള മല, അവിടെയാണ് എനിക്ക് ഇതിന് പറഞ്ഞ് വിളിച്ചത്. അവിടെ എന്തോ ഒരു എമർജൻസി ആണെന്ന്. വണ്ടി വേഗം തന്നെ കൊണ്ടുപോകാം ഗൈസ്. സൈറട്ടല്ല, എന്നാലും അവർക്ക് എഴുതുണ്ടാവും. ഒയ്യോ എന്നും പറഞ്ഞ് സാറന്മാരിൽ നിന്ന് മതിക്കിട്ട് കയറണ്ട, സാറന്മാരടിച്ചിട്ട് തരും. ഗൈസ്, ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു ഗെയിം, ഒരു കാറിൻ്റെ ഗെയിമാണ്, അത് കളിച്ചിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്, ഇടണോ വേണ്ടയോ എന്ന്. നമുക്ക് എന്തായാലും അയ്യോ ചെറുക്കനിടിച്ച്. മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. ചേട്ടാ വണ്ടി ഇടിച്ചിട്ടിട്ട് കുഴപ്പമില്ലെന്നാ മോനെ, എനിക്കൊരു എമർജൻസി ഉണ്ട് അതുകൊണ്ടാണേ. ചെറുക്കൊന്നും മിണ്ടല്ലോ. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇത്ര ദൂരം വന്നിട്ട് എങ്ങനെയാ പറയണേ കേൾക്കാൻ. എന്തായാലും നമുക്ക് ആ എമർജൻസീനെ രക്ഷിക്കാൻ പോവാം. അയ്യോ ഗൈസ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ പാലം കിടന്ന് പോകണം. വണ്ടി ചേട്ടന്മാരെ വണ്ടി മാറ്റിയിടും. ആംബുലൻസ് പറഞ്ഞാൽ കണ്ടില്ലേ? ഗൈസ് നല്ല സ്പീഡുണ്ടല്ലോ ഗൈസ് എൻ്റെ ആംബുലൻസിന്. പുറത്തല്ലേ വീടണ. പിന്നെ എക്സ്പേർട്ട് ഡ്രൈവർ അല്ലേ, ഇതൊക്കെ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ഗൈസ് വണ്ടിയുടെ സ്റ്റിയറിങ്ങിനോ എന്തോ ഒരു തകരാറുള്ളത് പോലെ. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വളയ്ക്കുമ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ആയിട്ടാണ് നമ്മളെ ഈ മിലിറ്ററി ബേസിൻ്റെ അവിടെ ആയിട്ട്. ആ മിലിറ്ററിക്കാർ കാണാതെ നോക്കണം. കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെന്നെ പിടിച്ച് കലക്കും. പിന്നെ കൊണ്ടുകൊണ്ട് പോകാനേ പറ്റൂ. ചേട്ടാ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് ഒതുക്ക്. നില്ല് ഗൈസ്, നമ്മൾ ആളെ കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനി തിരിച്ച് ആശുപത്രിയിലോട്ട് പോകാം. മക്കളെ എടാ ആംബുലൻസ് ഇട്ടുകൊണ്ട് പോകണം, സൈറിന് ഇട്ടുകൊണ്ട് പോകണം. കണ്ടില്ലടാ ഗൈസ്. ലൈക്ക് അടിക്കാതുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് എത്തേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എല്ലാം ചെയ്യുക ഗൈസ്. ഞാൻ ഈ രണ്ട് ചേച്ചിമാരെയൊക്കെ ചേട്ടനെയും ചേച്ചിയൊക്കെ സഹായിക്കണ വീഡിയോ പിന്നെയും പോണു ഗൈസ്. ചേച്ചനെയും ചേട്ടനെയൊക്കെ സഹായിക്കണമായിട്ടൊരു വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസാണ് കുറച്ചൊക്കെ 100 എത്ര ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്കും കമൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ ഗൈസ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റൽ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന തന്നെ നമ്മളെ ആശുപത്രി. നമുക്ക് വേഗം തന്നെ ഇവരെ കൊണ്ടങ്ങോട്ട് ഇറക്കാം. അയ്യോ ഇവിടെ കൂടെ അല്ലല്ലോ എൻട്രൻസ്. കമ്പി വേലയൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഗൈസ്. അവർ വല്ല പരാതിയും പറയണം എന്തോ ആശുപത്രിയിൽ നിന്ന്. അങ്ങനെയൊന്നും പറയൂലായിരിക്കും തോന്നണം. എമർജൻസി ആയിട്ട് വന്നുകൊണ്ട് അവർ വിചാരിക്കും, അതുകൊണ്ടായിരിക്കും ടെൻഷനിലായിരിക്കും ഒന്ന്. ഇറക്കാം ഗൈസ് ഇവിടെ നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, അത്തുകൂടെ അങ്ങോട്ട് ആക്കിയിട്ട് നമുക്ക് വരെ ഇറക്കാം ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ പോലെ തന്നെ വണ്ടി പിന്നെയും കയറ്റി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്റ്റൻറ്റ് സംസാരിക്കേണ്ട കേട്ടോ ഗൈസ്. പിന്നെ ഒരു കോൾ വരുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് നോക്കാം ഗൈസ്. അവർ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തോ വണ്ടി ഇടിച്ചെന്ന് ഇല്ല, എന്തോ ഇടി കൂടിയെന്നേ അവനൊക്കെ ആയിട്ട്. ഇടി കൂടിയിട്ട് ഇടിച്ച് ഇല്ലാന്ന് വെച്ച് കളഞ്ഞെന്ന് തന്നെ. അതുകൊണ്ട് ഇത് ക്ലബ്ബല്ലേ ഗൈസ്. അതുകൊണ്ട് ഇവിടെയാണ്, ഇവിടോട്ട് ഇറങ്ങാൻ പറഞ്ഞ്.
ഗൈസ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഇറക്കാം. ഇവിടെയുണ്ട്, ഇവിടെയായിട്ടാണ്. അവർ എവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അവരെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. സാറ് കിട്ടേക്കാം, എന്നാലും അവർക്ക് ഒരു എമർജൻസി തോന്നും. വേഗം 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 ഗൈസ്. റൂട്ട് മാറിയാ ഇവിടെ കൂടെ കയറാം. ടെൻഷൻ അവരെയൊക്കെ കൊണ്ട് രക്ഷിക്കണ്ട, പാവല്ലേ. ടെൻഷൻ അടിച്ചിട്ടാണ് ഗൈസ്. വണ്ടി എന്നടയ്ക്കും കൂടെ, വണ്ടിക്കും ടെൻഷൻ അടിക്കണമെന്നാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അവരെയും കൂടെ കൊണ്ട് ഇറക്കിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ഗൈസ്? ആശുപത്രി എത്തിയിട്ടുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അവരെയും കൂടെ ഇറക്കാം ഗൈസ്. നമ്മൾ അവരെയും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സപ്പോർട്ട് തരണം ഗൈസ്. ബൈ ബൈ.